ഇന്ന് അമൃതം പൊടി ഉപയോഗിച്ചിട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു മുട്ടേൻ്റെ ലായനിയിൽ കുഴക്കാൻ പറ്റുന്നത്ര മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതിന് വേണ്ടത് ഒരു മുട്ട, ചെറിയ കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, കുറച്ചൊരു 3-4 കട്ട ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ 10 ഏലക്കായ അതിൻ്റെ ഓട് കളഞ്ഞിട്ട് ചേർക്കണം. ഈ മുട്ട, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഏലക്കായ എല്ലാം മിക്സീൻ്റെ ജാറിൽ ഇടിച്ചൊന്ന് അടിച്ചെടുക്കണം. പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നവരെ അടിച്ചെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി അടിച്ചെടുത്തു. ഞാനിവിടെ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. പരന്ന പാത്രമായിപ്പോയി, പെട്ടെന്ന് ഒഴിച്ചു പോയി. ഞാൻ അമൃതം പൊടി തികച്ചും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് റാഗിപ്പൊടി അവിടെ കൊണ്ടുവന്നത് കുറച്ചുള്ളത് കൊണ്ട് ഞാൻ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചേർക്കുന്നതാണ്. കുറച്ച് മൈദയാണ്. അമൃതം പൊടി കുറച്ച് കൂടുതൽ 1 ഗ്ലാസ് ചേർത്തു, മറ്റേതെല്ലാം വളരെ കുറേശ്ശം ചേർത്തു. ഇനി ഇത് കുഴച്ച് നോക്കണം. മറ്റേ ഈ മുട്ടേൻ്റെ ലായനിക്കനുസരിച്ചിട്ടാണ് പൊടി വിതറി കൊടുക്കേണ്ടത്. ഈ പൊടി തികച്ചിടാൻ പറ്റും. കൃത്യം പറയാൻ പറ്റില്ല, ഓരോ മുട്ടക്കും വലിപ്പം വ്യത്യാസം ഉണ്ടാവുമല്ലോ. വെള്ളം ചേർക്കാണ്ടാണ് മുട്ടേൻ്റെ ഈ ലായനി ഉണ്ടല്ലോ, അതിൽ മാത്രമാണ് കുഴച്ചെടുക്കുക. അങ്ങനെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. മറന്നുപോയി, 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയെല്ലാം ചെയ്യാം. ഞാൻ വീണ്ടും കുറച്ച് അമൃതം പൊടി ചേർത്ത് കൊടുത്തു. വലിയ മുട്ടയായിരുന്നു, അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതലുണ്ട്. ഇനി നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചു. കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ തടവിയാൽ മതി. റാഗിപ്പൊടിയുള്ള കളറുള്ള ഉണ്ടാകുന്ന കുറച്ചിങ്ങനെ മഞ്ഞൾ ചേർത്തതൊന്നും കാണാനേ ഇല്ല. ഇനി ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഞാൻ ഈ വെളിച്ചെണ്ണയെല്ലാം ചൂടാകുന്ന അത്ര സമയമേ വെക്കുന്നുള്ളൂ. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പക്കാരമൊന്നും ചേർത്തിട്ടില്ല. ഒരു 1/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി കിട്ടും. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് കുഴച്ച അതേ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. പാത്രം കഴുകിയിട്ടൊന്നുമില്ല. എല്ലാം അതുപോലെ ഞാനെല്ലാം തന്നെ മുറിച്ച് വെച്ചു. പല രീതിയിലാണ് മുറിച്ചത്. എനിക്ക് തോന്നിയ പോലെയെല്ലാം തന്നെ മുറിച്ച് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മുറിച്ചെടുക്കാം. അധികം വണ്ണായാൽ വേവാൻ കുറച്ച് താമസം പിടിക്കും. ഇത് സാധാരണ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടേ മുറിക്കാവൂ. ഉണങ്ങിപ്പോയാൽ പൊങ്ങൂല. എനിക്കെല്ലാം ഒരുപോലെ ഈലുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം മുറിച്ച് വെച്ചത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞ് ഉള്ളു വേവാണ്ടാവും. ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഉണങ്ങിപ്പോയി, മുറിച്ച് വെച്ചിട്ട് മുറിക്കുന്നതിന് അടുപ്പത്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. സാധാരണ ഉണ്ടാക്കുമ്പോൾ കേക്കെല്ലാം അങ്ങനെ ചെയ്യുക, കോലപ്പവും കേക്കെല്ലാം. കേക്ക് കോരിയെടുക്കാനായി ആ സമയം ലേശം തീ കൂട്ടി കൊടുക്കുക, എന്നിട്ട് കോരിയെടുക്കുക. തീ കുറച്ച് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയൊന്നും അധികം കുടിക്കൊന്നുമില്ല, വെളിച്ചെണ്ണയൊന്നും അധികം വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു വലിയ മുട്ടേനെ കൊണ്ട് ഏകദേശം ഇത്ര ആയില്ലേ. മധുരമെല്ലാം അതാത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. അമൃതം പൊടിക്ക് നല്ല മധുരമുണ്ട്, അതാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇതും കോരിയെടുക്കാനായി. രണ്ടാമത്തതും കോരിയെടുത്തു. നമ്മുടെ ഭാവനക്കനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാം. ഒരേ വലിപ്പമുള്ളതെല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ മതി, എന്നാൽ അല്ലെങ്കിൽ പാകപ്പെട വരുമല്ലോ. ഞാൻ ത്രികോണം പോലെ മുറിച്ചതായിട്ട് കൊടുക്കുന്നു. അവസാനത്തേതും കോരിയെടുത്തതാ. ഇത്രയും എണ്ണ ബാക്കിയുണ്ട്, കുറച്ച് എണ്ണ ആവശ്യമുണ്ടായിട്ടുള്ളൂ. നമ്മുടെ കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വലിയുള്ള കുട്ടികൾക്ക് നല്ലതാണ്, ചെറിയ 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കൊന്നും ഇത് കഴിക്കാൻ കഴിയില്ല.